ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ കറിയൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കുക. അതിന് മുന്നേ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക ഇതുപോലൊന്ന് ഒരു 2-3 പീസാക്കിയിട്ട് ഇതുപോലൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറ് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിലാക്കി ആവണം. എന്നിട്ട് അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോവയ്ക്ക കഴുകിയിട്ട് തുടിച്ചിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് 2 പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികമായിട്ട് അരിഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ 1.5 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകും കൂടി പൊട്ടി വന്നാൽ ഒരു 3-4 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളുത്തുള്ളി ഇതിൽ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8-10 ചെറിയ ഉള്ളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കട്ടാക്കി എടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് മൊരിയുന്നത് വരെ ഈ ഒരു ചെറിയ ഉള്ളി നമുക്കിതിലേക്കൊന്ന് വാട്ടിയെടുക്കണം. ചെറിയുള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കോവയ്ക്കയും തേങ്ങയും കൂടെ ഉള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഇത് തുറന്നിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഏറെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 മിനിറ്റോളം നമുക്ക് ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടോ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടോ നമുക്കൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഇതിങ്ങനെ ഇളക്കിയിട്ട് വേവിച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഇത് വെന്തിട്ടുണ്ടാവും. കാരണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചെറിയ രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വെള്ളത്തിൻ്റെ ഈർപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഈ സമയത്ത് പോയി കിട്ടും.
അപ്പോൾ ഇതാ നല്ല വേറിട്ടിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്കും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ ഒക്കെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്